ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ റൂബൻ ലിജു, CSI ക്രൈസ്റ്റ് ചർച്ച് എളംകുളം സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിൻ്റെ 89-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 55-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അബ്ശാലോം എന്ന ദാവീദിന്റെ മകൻ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അഹിത്തോഫേൽ എന്ന മന്ത്രി ദാവീദിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ തുടക്കം. 4 വർഷത്തോളം ദാവീദിനെ കൊല്ലാൻ അബ്ശാലോം കരുക്കൾ നീക്കുകയായിരുന്നു. ദാവീദിന്റെ വിശ്വസ്തനായ മന്ത്രിയെ കൂടെ അബ്ശാലോം കൂട്ടുപിടിച്ചിരുന്നു. അഹിത്തോഫേലിന്റെ കൊച്ചുമകളായിരുന്നു ബേത്ശേബ. ബേത്ശേബയുടെ ഭർത്താവ് ഊരിയാവിനെ കൊന്നത് ദാവീദാണ്. ഇത് അഹിത്തോഫേലിന് പകയ്ക്കു കാരണമായി തീർന്നു. 2 ശമൂവേൽ 11-ന്റെ 3 മുതൽ 27 വരെ വായിച്ചാൽ നമുക്ക് ഈ കഥ മനസ്സിലാകും. അബ്ശാലോമിനെയും അഹിത്തോഫേലിനെയും പേടിച്ച് ദാവീദ് രാത്രിയിൽ തന്നെ കൊട്ടാരം വിട്ട് ചെരുപ്പിടാതെയും പുതപ്പ് തലമേലിട്ടുകൊണ്ടും കരഞ്ഞുകൊണ്ട് മുലമുകളിലേക്ക് ഓടിപ്പോയി. അവിടെ ആ കാട്ടിൽ ഇരിക്കുമ്പോൾ ദാവീദ് മനസ്സിൽ ഓർക്കുന്ന ഭാഗങ്ങളാണ് സങ്കീർത്തനം 55-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തന്റെ വിശ്വസ്തനായ അഹിത്തോഫേലിനെ ഓർക്കുന്ന വാക്യങ്ങളാണ് സങ്കീർത്തനം 55-ന്റെ 12, 13, 14. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ എന്നിവയാണ് ആ വാക്യങ്ങൾ. അബ്ശാലോമിനും അഹിത്തോഫേലിനും എന്തു സംഭവിച്ചു? അവർ ആയുസ്സിന്റെ പകുതിയോളവും ജീവിച്ചില്ല. പുറപ്പാട് 20-ന്റെ 12, എഫേസ്യർ 6-ന്റെ 1 മുതൽ 3 വരെ, കൊലോസ്യർ 3-ന്റെ 20 ഇതിലെല്ലാം പറയുന്നത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തു നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ്. പ്രയാസങ്ങളുടെ നടുവിൽ ദാവീദ് പ്രാർത്ഥിച്ചു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിച്ച് കരയും. അവൻ അങ്ങനെ സമാധാനത്തോടെ തൻ്റെ പൂർവികന്മാരെ പോലെ വാർദ്ധക്യത്തിൽ ദൈവത്തോട് ചേർന്നു. വിഷമതകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം അതിനെ ഓർത്ത് ആകുലപ്പെടാതെ കർത്തൃസന്നിധിയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കും സ്വർഗീയ സമാധാനവും പ്രാർത്ഥനയുടെ ഉത്തരവും ലഭിക്കും. എല്ലാവരും ഇതിനായി ഉദ്യമിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനും പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. ആമേൻ.